അത് ഞങ്ങളെ നാട്ടിൽ പറയുന്ന കത്തിപ്പിടി സ്ലേറ്റ് എന്നാണ്. അതിലിങ്ങനെ എഴുതും എത്ര പെൻസിലായാലേ ആ വക്കുപൊട്ടിയ സാധനം കൊണ്ട് തന്നെ എഴുതാൻ പറ്റും. അതെ കറക്റ്റാണ് കേട്ടോ. അതൊരു കാലമായിരുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ. വക്കുപൊട്ടിയ സ്ലേറ്റുമായിട്ട് ഇങ്ങനെ പോകുന്ന അന്തസ്സോടുകൂടി. പിന്നെ ഒരു അലൂമിനിയം പെട്ടിയുണ്ട്, പിടിച്ചിട്ടുണ്ടോ? പിന്നെ അതുള്ള നല്ല ഭയങ്കര ഷൈൻ ചെയ്യും. നമ്മളെ കത്തിപ്പിടി സ്ലേറ്റ് സ്ലേറ്റും 2 പെൻസിൽ പോക്കറ്റിലും ഇട്ട് പിന്നെ ഇച്ചിരി മൂക്കളൊക്കെ അവിടെ അല്ലേ ഇങ്ങനെ പോകുന്നൊരു കാലം. ആ കാലമായിരുന്നു വള്ളി നിക്കർ, കത്തിപ്പിടി സ്ലേറ്റ്, വള്ളി നിക്കർ. പിന്നെ പൊണ്ണത്തടി തയ്യൽ ടീച്ചറെ പാടത്തെ ചാലു ചാടിക്കുവാൻ നീട്ടും കരങ്ങൾ. അടിപൊളി. ഒരൊറ്റ വരിയിൽ എന്തെല്ലാം ഓർമ്മകൾ ഇങ്ങനെ വന്നു വീണു. രസകരമായ സംഭവം എന്ന് വെച്ചാൽ ഒരു ക്ലാസ്സില് 2-ാമതാണ് ഒരുത്തൻ പോക്കറ്റില് ഇങ്ങനെ കൈയെടുക്കും. സാർ നോക്കും അല്ല മുട്ടായി അല്ല പുട്ടാണ്. നിങ്ങൾ വിചാരിച്ചു മറ്റേ കറക്ക് മുട്ടായി അല്ല പുട്ട്. ഒരു ദിവസം ഇവിടെ കൂടെ ഒഴുകുകയാണ്. പുട്ടല്ല കൊഴുക്കട്ട. സ്കൂളിലേക്ക് വരുന്ന സമയത്ത് മാത്രമല്ല അന്നൊക്കെ ചില പ്രത്യേക മിഠായികളുണ്ട്. ഈ നൂല് മിഠായി അല്ലേ? ഈ നൂലിങ്ങനെ കളർ മിഠായി ഇങ്ങനെ പിടിച്ച് നമ്മൾ നൂലിങ്ങനെ കറക്കും. അതുപോലെ ഈ ഞാവൽപ്പഴം, ഇവിടെ ഞങ്ങൾ തിരുവനന്തപുരം ഞാറപ്പഴം എന്ന് പറയും. അതിങ്ങനെ പെറുക്കി നമ്മൾ പോക്കറ്റ് ഇടും. പോക്കറ്റ് ഇങ്ങനെ പൊത്ത് കിടക്കും. അതുകൊണ്ട് ഇങ്ങനെ ചുവന്നു വരും. പൊത്ത പോക്കറ്റിലൂടെ ഊർന്നു പോകുന്ന ഒരു ഞാറപ്പഴത്തിന്റെ കട്ടിച്ചുവപ്പ് അല്ലേ?